ഹലോ ഗായ്സ്, ഇത് ചിക്കൻ്റെ ബ്രസ്റ്റ് ഭാഗമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചിക്കൻ ഫ്രൈ പെട്ടെന്ന് ഉണ്ടാക്കുകയാണ്. കണ്ണമോന് ചിക്കൻ ഫ്രൈ കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വിചാരിച്ചു എണ്ണയില്ലാതെ നമ്മൾ മെഷീനിൽ എയർ ഫ്രയർ മെഷീനിൽ ഉണ്ടാക്കാമെന്ന്. അവന് ചുമയാണ്, ഇപ്പോൾ തണുപ്പ് കാലമല്ലേ. അപ്പോൾ ഞാൻ ഇത്രയും ചിക്കനകത്തിൽ ഇത് ഇത്തിരി എൻ്റെ ഒരു ഇതാണ്. ഞാനിപ്പോൾ ഇത്തിരി ചിക്കൻ 65-ൻ്റെ ഇത്തിരി ഇട്ടു. ഇച്ചിരി കണ്ട ഒരു ടീസ്പൂൺ കാണും. പിന്നെ ഇത് ഇച്ചിരി തന്തൂരി മസാലയാണ്, തന്തൂരിയുടെ പൊടിയാണ്. അത് 1/2 സ്പൂണേ കാണത്തുള്ളൂ. ഇച്ചിരി കുറച്ച് കസ്തൂരി മേത്തിയാണ്. അത് കിട്ടാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് ഈ നമ്മുടെ ഉലുവായുടെ ഇല ഉണക്കി പൊടിച്ചിങ്ങനെ കിട്ടും. അത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ച് അതുകൊണ്ടുള്ള ഗുണമൊന്നുമില്ല. എന്നാലും ഇച്ചിരി തൈര്. നാരങ്ങയ്ക്ക് പകരം നമ്മൾ തൈരാണ് ഇട്ടത്. ഇപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി കുരുമുളക് പൊടി, കളറിന് വേണ്ടി ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡർ, ഇത്രയും പെരിഞ്ജീരകപ്പൊടി, ടേസ്റ്റിൻ്റെ അനുസരിച്ച് ഉപ്പ്. ടേസ്റ്റ് മീൻസ് ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിനി ഇതിനെ മിക്സ് ആക്കാം. ഓക്കെ, പിടിച്ചോ ഹൈയില്ല സാർ. അയ്യോ എൻ്റെ അമ്മേ, എവിടെ കണ്ടൊരു എല്ലുണ്ടല്ലോ, കുത്തിക്കൊടുക്കണം. നമ്മളിതിനെ ഇങ്ങനെ തൈര്, ചിക്കൻ 65-ൻ്റെ ഇച്ചിരി പൊടി, പിന്നെ ഇച്ചിരി തന്തൂരി. ഇന്നലെ ഉണ്ടാക്കിയായിരുന്നു ഗൈസ്. 2-3 പീസ് എടുത്ത് പെട്ടെന്ന് മിക്സാക്കി വെച്ചൊന്നുമില്ലേ. എന്തൊരു ടേസ്റ്റായിരുന്നു. സ്വയം പൊക്കി പറയാമല്ലോ കേട്ടോ ഗൈസ്. സത്യം പറയാമല്ലോ, ഇവൻ എനിക്ക് കഴിക്കാൻ തന്നേയില്ല, എൻ്റെ മോൻ പുത്രൻ. അപ്പം ഇന്ന് എനിക്കൂടെ അങ്ങ് കൊതി പിടിച്ചു. അങ്ങനെ പോയി ഉണ്ടാക്കിയതാണ്. അപ്പോൾ വിചാരിച്ച് ഇന്ന് വൈകിട്ട് ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും പിന്നെ പൊട്ടറ്റോ ഫ്രൈയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഗായ്സ്. ഞാനിങ്ങനെയൊക്കെ പറയുന്നത് ദേഷ്യപ്പെടല്ലേ. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. സോറി, ഞാനിങ്ങനെയൊക്കെയാണ് ഗൈസ്. ഓക്കെ, അപ്പം നമ്മൾ ഇതിനെ ഇങ്ങനെ കുലുക്കി മിക്സാക്കി ഇങ്ങനെ ആക്കി ഗൈസ്. ഇതിൻ്റെ അടിയിൽ കിഴുത്തയുള്ള പാത്രമാണ് കേട്ടോ. അപ്പുറം കിഴുത്തേ കൂടെ ഒക്കെ പോകണം എൻ്റെ മസാല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിങ്ങനെ 10 മിനിറ്റ് ഇരിക്കട്ടെ. കൂടുതലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഗൈസ്, ഞങ്ങൾ അവിടെ കിച്ചണിൽ കുക്കിംഗ് ചെയ്യുമ്പോൾ അലക്സ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? ഹോളിൽ ഒറ്റയ്ക്ക് അങ്ങ് ഇരിപ്പാ. ഫുൾ ഹോളിൽ ഇവൾ ഒറ്റയ്ക്ക് ഇരിക്കുക ഞങ്ങളവിടെ കിച്ചണിൽ കുക്കിംഗ് ചെയ്യുമ്പോൾ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഗപ്പി അച്ഛനും അമ്മമാരും ഇരിക്കുന്നത് കണ്ടോ? അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ ഫൈറ്റർ അളിയൻ, നമ്മുടെ കുട്ടു. ഇപ്പോൾ ഒറ്റപ്പെടലാണ് ഗൈസ്, ഒറ്റയ്ക്കല്ലയോ ഗൈസ്. നിങ്ങൾ ഇത് കണ്ടോ? ഇത് ഗപ്പി കൊച്ചുകളാണ്. ഇത് ഈ വെള്ളം വൃത്തിയാക്കാത്ത എന്താണെന്ന് നിങ്ങൾ ചോദിക്കും. ഇത് വൃത്തിയാക്കാൻ പോയാലുണ്ടല്ലോ, വെള്ളം ഒഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇവരങ്ങ് ഇറങ്ങിപ്പോവും. നമുക്ക് കാണാനും പറ്റത്തില്ല, ഇത്തിരി ഉള്ളല്ലോ. അതുകൊണ്ടാണ് ഇതിൻ്റെ വെള്ളം വൃത്തിയാക്കാത്ത ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് പിന്നെയും കുക്കിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ ഫൈറ്റർ, ഗപ്പി, ഇതിനെയൊക്കെ കണ്ടല്ലോ. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. ഇവിടെ നല്ലത്. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ ചപ്പാത്തിയുടെ മാവ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ്, ഇത് ഈ എയർ ഫ്രയറിനകത്തിൽ വെക്കാനുള്ള ഷീറ്റ് പേപ്പറാണ്. അത് നമ്മൾ അതിലോട്ട് വെക്കുന്നു. ആദ്യം മെഷീൻ 5 മിനിറ്റ് ചൂടാക്കി അതിന് ശേഷം ഇത് വെക്കുന്നു. ഇല്ലെങ്കിൽ ഇതിങ്ങനെ ഇതിനകത്ത് പറക്കും. ഓക്കെ, ഇനി നമ്മൾ ചിക്കൻ ഫ്രൈക്കുള്ളത് എടുത്ത് വെക്കാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ വെക്കാൻ പോവുകയാണ് ഗൈസ്. ഓക്കേ, ഇത് ഞാൻ വരഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മീനിനെ പോലെ. ഇല്ല, 4-5 പീസ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടയ്ക്കുക. എന്നിട്ട് ഇത് 180-ലാണ് ഇരിക്കുന്നത്. ഇതിലൊരു 20 മിനിറ്റ് ഞാൻ വെക്കും. 25 മിനിറ്റ് 20 മിനിറ്റ് മതി. ഞാൻ എന്നാലും 25 മിനിറ്റ് വെക്കുകയാണ്. ഒരു 10-12 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കഴിയുമ്പോൾ ഇനി ഒന്നും കൂടെ ആവശ്യമുണ്ട്. 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇടും. പിന്നെ ആ ചിക്കൻ ഫ്രൈ റെഡി. കാണിക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുവാണ് ചിക്കൻ്റെ കൂടെ കഴിക്കാൻ. നോക്കൂ ഗൈസ്, എന്ത് ഷേപ്പല്ലേ. ആഫ്രിക്കയുടെയും സൗത്ത് ആഫ്രിക്കയുടെ. അപ്പോൾ ഗൈസ്, ഇടയ്ക്കൊക്കെ ക്യാമറ ബ്ലർ ആവും, ബിക്കോസ് ഗ്യാസ് ഇവിടെ അപ്പുറത്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ വാഫ്. അപ്പോൾ ഗൈസ്, ചപ്പാത്തി പകുതി ആയിട്ടുണ്ട്. തിരിച്ചിടുന്നു. ഇങ്ങനെ വീർത്ത് വരൂ. ചപ്പാത്തി വേറെ മൂടില്ല, വരുന്നില്ലെന്ന് തോന്നുന്നു ഗൈസ്. വരുന്നുണ്ട്.
അമ്മ അതിനെ നെക്കി പൊട്ടിച്ചു ഗൈസ്. ഈ നെയ്യൊക്കെ ഇട്ട് കൊതി വരുന്നുണ്ടല്ലേ ഗൈസ്? മനസ്സിലാവുന്നുണ്ട്. ആർക്കും കൊതി വരുത്തില്ല. ഉണരൂ വേഗം ചപ്പാത്തി, വേഗം ഉണരൂ നീ സുമറാണി, വേഗം കഴിക്കണ്ടേ. അപ്പം ഗായ്സ് ഞങ്ങൾക്ക് ഇന്ന് വൈകിട്ട് ചിക്കൻ ഫ്രൈയും ചപ്പാത്തിയും 2 പൊട്ടറ്റോയും കൂടെ എടുത്ത് ഫ്രൈ ചെയ്യണം ഗായ്സ്. അപ്പം അത് കണ്ടോ, ഇനി ഇതിൻ്റെ മേലെ ഇങ്ങനെ നമ്മൾ നെയ്യ് തേക്കുന്നതായിരിക്കും. പിന്നെ നെയ്യ് വെക്കാൻ പോവാണ്. നെയ്യ് എൻ്റെ അമ്മ നാട്ടിൽ നിന്ന് തന്നു വിട്ട നെയ്യാണ് ഗായ്സ്. എൻ്റെ പൊന്നോ, ഒത്തിരി ഒന്നും ആവല്ലേ മോളെ. അയ്യോ, സ്ലോ ചെയ്യ്. അപ്പൊ നിന്റെ തേടല് ഫസ്റ്റ് ചപ്പാത്തി റെഡി ഗൈസ്. അപ്പം തിരിച്ചിടാൻ പോവാണ് ഗായ്സ്. ഒരു വശം ആയിട്ടുണ്ട്, ഒരു 15 മിനിറ്റ് ആയി. 15 മിനിറ്റിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്നാ. ഇതിപ്പം നമ്മളുടെ എല്ലില്ലാത്ത അല്ലേ പീസ്, അപ്പോൾ അത് പെട്ടെന്ന് വേവും. വെളുത്തിരിക്കുന്ന തൈരിട്ടത് കൊണ്ടാണ് കേട്ടോ. കാശ്മീരി ചില്ലിപ്പൊടി പേരിന് വേണ്ടി ഇട്ടുള്ളായിരുന്നു. ആവശ്യത്തിന് കുരുമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ 65ഉം തന്തൂരി മസാല എല്ലാം ഇട്ടതാ. കാണുമ്പോൾ അയ്യേ ഈ കളർ കണ്ടോന്നൊന്നും പറയില്ലേ ഗൈസ് പ്ലീസ്. ഇനി അടുത്ത് 10 മിനിറ്റ് ആവട്ടെ. അപ്പോൾ ഗൈസ് ചപ്പാത്തി റെഡിയായി, നിങ്ങൾക്ക് കാണാതിരിക്കും. അപ്പോൾ ഇനി ചിക്കൻ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ചിക്കൻ കാണിക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിരിക്കാണ് ഗൈസ്. ഇപ്പോൾ വെള്ളം നിറമൊക്കെ ഓടിപ്പോയി. മൊരിഞ്ഞ് കണ്ട. അങ്ങനെ വെക്കട്ടെ ടിഫിനിലോട്ട്. വീണ്ടും എടുക്കുന്നു. വെക്കുന്നു. കണ്ടോ ഗൈസ്? അപ്പൊ ഗൈസ് ഇന്നത്തെ ചിക്കൻ ഫ്രൈ റെഡി. അങ്ങനെ ചിക്കൻ ഫ്രൈ വിത്ത് ചപ്പാത്തി റെഡി ഗായ്സ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കമന്റിൽ പറയണം എങ്ങനെ ഉണ്ടെന്ന്. ഇതേ പ്രൊസീജിയറിൽ നമ്മൾ ഡീപ് ഫ്രൈ എണ്ണ ഒഴിച്ച് ചട്ടിക്കകത്തിലായാലും ഉണ്ടാക്കാവുന്നതാണ്. ഇതിപ്പോൾ എണ്ണയില്ലാതെ അവന് ചുമയായതുകൊണ്ട് ഞാൻ വിചാരിച്ചു തണുപ്പല്ലേ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. അപ്പോൾ ഇങ്ങനെ കഴിക്കാം. ഓക്കെ, എങ്ങനെയുണ്ട്? മണം കേട്ട് ഗൈസ് ഒരുത്തി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ അലക്സ കുട്ടി വന്നിട്ടുണ്ട്. മണം കേട്ട് കേട്ടക്കണ്ട, മണം കേട്ടിട്ട് വരുന്നുണ്ട്. വന്നു. അപ്പോൾ ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെന്താ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ആരും ലൈക്ക് ചെയ്യാറില്ല ഗൈസ്. ശരി.